ദൈവ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് ചെറിയ ഈ വീഡിയോയിൽ ദൈവം നിനവെ എന്ന് പറയുന്ന പട്ടണത്തെ നശിപ്പിക്കാനുണ്ടായ 8 കാരണങ്ങൾ ഒന്നൊന്നായി ചുരുക്കമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. നഹൂം പ്രവാചകൻ നിനവയുടെ മേൽ വരാൻ പോകുന്ന ഭയാനകമായ ന്യായവിധിയെക്കുറിച്ച് പ്രസംഗിച്ച ആളാണ്. നഹൂം പ്രവാചകൻ ഇത് പ്രവചിക്കുന്നതിന് കുറെ കാലങ്ങൾക്ക് മുമ്പ് യോന പ്രവാചകൻ നിനവയുടെ നാശത്തെക്കുറിച്ച് പ്രസംഗിച്ചു. യോനയുടെ പ്രസംഗം കേട്ട് നിനവയിലെ നിവാസികൾ അവരെല്ലാവരും മാനസാന്തരപ്പെടുകയും രട്ടിലും വെണ്ണീരിലും ഇരുന്ന് അനുദപിക്കുകയും ചെയ്തപ്പോൾ ദൈവം അവരുടെ മേൽ വരുത്തുവാൻ നിശ്ചയിച്ചിരുന്ന ന്യായവിധിയെ ദൈവം നീക്കുകയും ആ പട്ടണത്തിലെ നിവാസികളോട് ദൈവം മനസ്സലിവ് കാണിക്കുകയും ചെയ്തു. അങ്ങനെ അത്ഭുതമായി നിനവെ പട്ടണം മുഴുവനായും രക്ഷപ്പെടുവാൻ കാരണമായി തീർന്നു. ദൈവത്തിന്റെ ന്യായവിധി ദൈവം പിൻവലിക്കുകയും ചെയ്തു. ഏതായാലും ആ സംഭവം കഴിഞ്ഞ് ഒരു 100 വർഷം കഴിഞ്ഞപ്പോൾ ദൈവം നിനവയെക്കുറിച്ച് മുൻപ് കൂട്ടി പ്രഖ്യാപിച്ച നിലയിൽ ദൈവത്തിന്റെ ന്യായവിധി ആ പട്ടണത്തിന്മേൽ വരികയും പട്ടണം മുഴുവനായി നശിപ്പിക്കപ്പെടുകയും ചെയ്തു. 100 വർഷക്കാലം നിനവയിലെ നിവാസികളായ ആളുകൾ യോനായുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ട് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കുറെ കാലം കായ്ച്ചെങ്കിലും അത് കഴിഞ്ഞപ്പോൾ അതിനേക്കാൾ നികൃഷ്ടമായ നിലയിൽ പാപത്തിലേക്ക് അവർ വഴുതി വീഴുകയും നീതിമാനും പരിശുദ്ധനുമാകുന്ന ദൈവത്തിന് പാപത്തെ ശിക്ഷിക്കാതിരിക്കാൻ കഴിയാത്തൊരു സ്ഥിതി സംജാതമാകുകയും ചെയ്തപ്പോൾ ഭയാനകമായ ന്യായവിധി ദൈവം നിനവയുടെ മേൽ വരുത്തി. ബാബേൽ രാജാവായ നെബൂഖദ്നേസറിന്റെ പിതാവായ നെബൂഖദ്നേസർ മുഖാന്തരം നിനവെ സമ്പൂർണമായി ഉന്മൂല നാശം ചെയ്യപ്പെടുകയും ദൈവത്തിന്റെ കഠോരമായ ന്യായവിധിക്ക് നിനവെ കാരണമായി ഭവിക്കുകയും ചെയ്തു. എന്തുകൊണ്ട് ഞാൻ ഈ ചരിത്ര ആവിഷ്കാരം പരിമിതമായ വാക്കിൽ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഒരു രാജ്യമാകട്ടെ, ഒരു ജനതയാകട്ടെ, ഒരു ദേശമാകട്ടെ ദൈവത്തിന് വിരോധമായ നിലയിൽ പാപം ചെയ്യുകയും ദൈവം തന്റെ ദാസന്മാരായ ആളുകളെ അയച്ചിട്ട് ആ പാപത്തെക്കുറിച്ച് അവരെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ആ ജനം ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ അരുളപ്പാടുകളെ കേട്ടിട്ട് തങ്ങളുടെ ഹൃദയങ്ങളെ പരിശോധന ചെയ്ത് പാപവഴികളിൽ നിന്ന് അവർ പിന്മാറുകയും ദൈവകോപം ശമിപ്പിക്കത്തക്കവണ്ണം മാനസാന്തരപ്പെടുകയും അനുദപിക്കുകയും ദൈവത്തിങ്കിലേക്ക് അടുത്തു വരികയും ചെയ്താൽ ദൈവം ആ ന്യായവിധിയെ നീക്കിക്കളയും. എന്നാൽ ദൈവത്തിന്റെ വാക്കുകളെ അനുസരിക്കാതെ വീണ്ടും ആ ജനത ദൈവത്തിന് വിരോധമായി പാപം ചെയ്താൽ ദൈവം അനിവാര്യമായും തന്റെ ന്യായവിധി ആ ജനതയുടെ മേൽ നടത്തുകയും ചെയ്യും എന്നാണ് പറയുന്നത്. ഈ നിനവെ പട്ടണത്തെ ദൈവം ന്യായം വിധിച്ചതിന്റെ 8 അതിപ്രധാനമായ കാരണങ്ങളാണ് വളരെ വേഗത്തിൽ 1, 2, 3, 4, 5, 6, 7, 8 എന്ന് ഞാൻ പറയാൻ പോകുന്നു. നമ്പർ 1, ഈ പട്ടണം നമ്മൾ ഇതിന്റെ 3-ാം അധ്യായത്തിൽ വായിക്കുന്നത് സിറ്റി ഓഫ് ബ്ലഡ് ഷെഡിങ് എന്നാണ്. ബ്ലഡി സിറ്റി, രക്തരൂക്ഷിതമായ പട്ടണം. രക്തച്ചൊരിച്ചിൽ ഈ പട്ടണത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. Woe to the bloody city, its robbery, the prey departeth not. വളരെ വളരെ മോശപ്പെട്ട പട്ടണം, വളരെ വളരെ കിരാതമായ സ്വഭാവമുള്ള പട്ടണം. അങ്ങനെയുള്ള പട്ടണങ്ങളുടെ മേൽ ദൈവത്തിന്റെ ന്യായവിധി നിശ്ചയമായി വരും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ ബെത്സയിദേ നിനക്ക് ഹാ കഷ്ടം, കോരസീനേ നിനക്ക് ഹാ കഷ്ടം, നിന്നിൽ നടന്ന വീര്യപ്രവൃത്തികൾ സോരിലും സീതോരിലും നടന്നെങ്കിൽ അവർ പണ്ട് തന്നെ രട്ടിലും വെണ്ണിയിലും ഇരിക്കുമായിരുന്നു എന്ന് കർത്താവ് പറഞ്ഞു. ഏതൊരു ജനത, ഏതൊരു ദേശം ദൈവത്തിന്റെ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ നിലയിൽ രക്തച്ചൊരിച്ചിലും കവർച്ചയുമായി മുമ്പോട്ട് പോകുന്നുവോ ആ പട്ടണത്തെ ദൈവം ഈവൻച്വലി ന്യായം വിധിക്കും. രണ്ടാമത് നമ്മൾ വായിക്കുന്നത് ഫുൾ ഓഫ് ലൈസ് ആൻഡ് ഡിസീറ്റ്, ഭോഷ്കും വഞ്ചനയുമായിരുന്നു ഈ പട്ടണവാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോബി. എന്താ ഭോഷ്ക് പറയുന്നത്? ഈ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാത്ത ലിസ്റ്റ് ദൈവം പറയുമ്പോൾ ഭീരുക്കൾ, അവിശ്വാസികൾ,
കുലപാതകന്മാർ, ദുർനടപ്പുകാർ, ഭീരുക്കൾ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഫോഷ്ക് പറയുന്ന ഏവനും എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. നിരന്തരമായി വ്യാജം സംസാരിക്കുക, വ്യാജത്തിൽ രസിക്കുക, ഫോഷ്കിൽ രസിക്കുക, അങ്ങനെയുള്ള ആളുകൾ അവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ വിലക്കപ്പെട്ട ആളുകളാണ്. അപ്പൊ ഇവരെക്കുറിച്ച് പറയുമ്പോൾ ഇവർ ഫോഷ്ക് പറയുന്നവരും വഞ്ചകരുമായിരുന്നു, ചതിക്കുന്നവരുമായിരുന്നു, മറ്റുള്ളവരെ ചതിവിൽ അകപ്പെടുത്തുന്ന ആളുകളായിരുന്നു. നമ്മൾ നിഷ്കളങ്കരായ ആളുകളെ ചതിവിൽപ്പെടുത്തുക, അത് ഈ നിലവെ നിവാസികളുടെ ഒരു പ്രത്യേക സ്വഭാവമായിരുന്നു. ഇനി മൂന്നാമത് പറയുന്നത് റോബേഴ്സ്. അവര് കള്ളന്മാരായിരുന്നു, പിടിച്ചുപറിക്കാരായിരുന്നു. കള്ളന്മാരുടെ ആപ്തവാക്യം എന്താ അറിയാവോ? നിന്റേതെല്ലാം എന്റേതാണ്, നിനക്കുള്ളതെല്ലാം എനിക്കുള്ളത്. അതാണ് കള്ളന്മാരുടെ ആപ്തവാക്യം. ഈ നിലവെ നിവാസികൾ അവര് കേവലം കലഹപ്രിയർ മാത്രമല്ല, അല്ലെങ്കിൽ കുലപാതകികൾ മാത്രമല്ല, അവരെ കള്ളം പറയുന്നവരും ഭോഷ്ക് പറയുന്നവരും വഞ്ചകന്മാരും മാത്രമല്ല, അവരെക്കുറിച്ച് പറയുന്നത് അവര് പിടിച്ചുപറിക്കാരായിരുന്നു. മറ്റുള്ളവരുടെ വകകൾ പിടിച്ചുപറിക്കുക. വളരെ ശ്രദ്ധിക്കണം. നമുക്ക് അർഹതയില്ലാത്ത മറ്റൊന്ന് വേറൊരാളുടെ പിടിച്ചുപറിക്കുന്നത് ഗുരുതരമായ അപരാധമാണ്, ന്യായവിധിയെ വരുത്തുന്ന പ്രവൃത്തിയാണ്. നമ്മൾ പഴയ നിയമം വായിക്കുമ്പോൾ രാജാക്കന്മാരുടെ പുസ്തകത്തില് ഒരു സംഭവം വായിക്കുന്നുണ്ട്. ഇസ്രായേൽ രാജാവായ ആഹാബ് അദ്ദേഹത്തിന്റെ ഭൃത്യനായിരുന്ന നാബോത്തിന് അവന്റെ പിതൃ അവകാശമായി പിതാക്കന്മാർ കൈമാറിയ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ അവൻ അരമനയിൽ നിന്നുകൊണ്ട് ഈ മുന്തിരിത്തോട്ടം നോക്കിയപ്പോൾ മനോഹരമായി മുന്തിരി കുലകൾ ഇങ്ങനെ കിടക്കുന്നു. നല്ല ദൃശ്യ മനോഹാരിതയും ചാരുതയും ചാർത്തുന്ന മനോഹരമായൊരു മുന്തിരിത്തോട്ടം. അതെങ്ങനെയെങ്കിലും കൈവശപ്പെടുത്തണം എന്നായി. അങ്ങനെ കൈവശപ്പെടുത്താൻ വേണ്ടിയുള്ള ആഗ്രഹത്തില് നാബോത്തിനോട് വരുത്തി പറഞ്ഞു, നിന്റെ മുന്തിരിത്തോട്ടം എനിക്ക് ചീരത്തോട്ടമാക്കാൻ തരണം. അവൻ പറഞ്ഞു, എന്റെ പിതാക്കന്മാർ എനിക്ക് കൈമാറിയ അവകാശമാണ്, ഇത് ഞാൻ എങ്ങനെ നിനക്ക് ചീരത്തോട്ടമാക്കാൻ തരും? അത് കിട്ടുകയില്ല എന്ന് കണ്ടപ്പോൾ അവന്റെ ഭാര്യയായ ഇസബേല് ദേശത്തെങ്ങും ഒരു ഉപവാസം പ്രസിദ്ധമാക്കി സകലിനെയും വിളിച്ചു, നാബോത്തിനെയും വിളിച്ചു, മുൻപന്തി ഇരുത്തി 2 കള്ളസാക്ഷികളെ അവന് വിരോധമായി മുന്നമേ ഒരുക്കി നിർത്തി അവരെ കൊണ്ട് കള്ളസാക്ഷ്യം പറയിപ്പിച്ചു. നാബോത്ത് ദൈവത്തിനും രാജാവിനും വിരോധമായി ദൂഷണം പറഞ്ഞു വന്ന്, എന്നിട്ട് അവനെ ജനത്തിന് മധ്യേ കല്ലെറിഞ്ഞ് കൊന്നു. എന്നിട്ട് ചതിവിലൂടെ ആ പ്രോപ്പർട്ടി കൈവശമാക്കി. മറ്റുള്ളവന്റെ പിടിച്ചു പറിക്കുക. നിങ്ങൾക്കറിയാമോ, സദൃശ്യവാക്യങ്ങളിൽ ഇത് ഈ നാബോത്തിന്റെ ഈ മുന്തിരിത്തോട്ടം കൈവശമാക്കിയ കാര്യം മാത്രമല്ല, ശുശ്രൂഷാ മണ്ഡലങ്ങളിൽ മറ്റുള്ളവർക്ക് അർഹമായതോ മറ്റുള്ളവർക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള ശുശ്രൂഷ ആവശ്യങ്ങളെ തന്ത്രപരമായി കൈവശപ്പെടുത്തുന്ന, അതുപോലെ മറ്റുള്ളവർക്ക് ലഭിക്കേണ്ട സാമ്പത്തിക നന്മകളെ തന്ത്രപരമായി കൈവശപ്പെടുത്തുന്ന, മറ്റുള്ളവരെ അടിച്ച് അമർത്തി അവരെ ഇളിഭ്യരാക്കി തകർത്ത ശേഷം അവരുടെ മേൽ കയറി നിന്ന് പ്രഗത്ഭന്മാരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ആത്മീയ ലോകത്തൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ആളുകൾ എന്താ ചെയ്യുന്നത്? ദേ ആർ റോബേഴ്സ്. അവർ പിടിച്ചു പറിക്കുന്നവരാണ്, കൊള്ളക്കാരാണ്. ഇത് ദൈവത്തിന്റെ ഭയങ്കരമായ ന്യായവിധി വരുവാൻ കാരണമായ ഒരു പാപമാണ്. നാബോത്ത് കല്ലേറ് കൊണ്ട് കൊല്ലപ്പെട്ടു. ആഹാബും അവന്റെ ഗ്രഹവും അവര് എന്നേക്കുമായി നശിച്ചുപോയി. അവന്റെ ശമരിയിലുണ്ടായിരുന്ന 70 പുത്രന്മാരെയും യേഹൂ കൊന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ നിനവയുടെ ന്യായവിധിക്ക് ഹേതുകമായ പാപങ്ങളിൽ 1 കൊലപാതകം, 2 ഫോഷ്കും വഞ്ചനയും, 3 പിടിച്ചുപറി അല്ലെങ്കിൽ മോഷണം, 4 മറ്റുള്ള ആളുകളെ കൊള്ളയിടാൻ തക്കോണം യുദ്ധം ചെയ്യുക. മറ്റുള്ള ആളുകളെ കൊള്ളയിടാൻ തക്കോണം യുദ്ധം ചെയ്യുക. മനഃപൂർവ്വമായി തങ്ങൾക്കുള്ളതിൽ തൃപ്തി വരാത്തത് മറ്റുള്ളവർക്കുള്ളത് കൂടെ അടിച്ചു മാറ്റണം. അതിനുവേണ്ടി എന്ത് ചെയ്യുക? കാരണം കൂടാതെ വഴക്കുണ്ടാക്കുക, കാരണം കൂടാതെ പ്രശ്നമുണ്ടാക്കുക. ഒരു പ്രശ്നവും ഇല്ലാതെ, ഒരു പ്രയാസവും ഉണ്ടാക്കാത്ത ആളുകളെ പ്രശ്നക്കാരാക്കി ചിത്രീകരിച്ച് അവർക്ക് ഉണ്ടാകേണ്ട നന്മകളെ കൊള്ളയിട്ട് അതിൽ സുഖിക്കുന്ന സുഖിമാന്മാരായ ആളുകൾ ആത്മീയലോകത്തുണ്ട്. നിനവയിൽ ദൈവം ശിക്ഷ വരുത്തുവാൻ കാരണമായ ഒരു പാപമാണ് എന്നറിയാമോ? മറ്റുള്ളവരെ കൊള്ളയടിക്കുന്ന സ്വഭാവം. അടുത്ത് പറയുന്നത് പിന്നെ മൾട്ടിറ്റ്യൂഡ് ഓഫ് ഹോർഡംസ്,
വേശ്യാവൃത്തി കൊണ്ട് ആ പട്ടണം നിറഞ്ഞു. ലോകത്തിലെ ഏറ്റവും മ്ലേച്ഛമാകുന്ന പാപമാണ് വ്യഭിചാരവും വേശ്യാവൃത്തിയും. സദൃശവാക്യങ്ങൾ ശലോമോൻ പറയുന്നത് വ്യഭിചാരുടെ നിന്ന നീങ്ങിപ്പോകുന്നതാണ്. വ്യഭിചാര കുറ്റത്തിന്റെ നിന്ന ഒരിക്കലും നീങ്ങിപ്പോകുകയില്ല. എത്ര പണം കൊടുത്താലും പോവുകയില്ല, എത്ര പണം വാങ്ങിച്ചാലും പോവുകയില്ല, എത്ര സ്വാധീനം ഉണ്ടാക്കിയാലും പോവുകയില്ല, എത്രമാത്രം ആൾസ്വാധീനം നേടിയാലും അത് പോവുകയില്ല. ഇവിടെ നമ്മൾ വായിക്കുന്നു, പട്ടണം വേശ്യാവൃത്തി കൊണ്ട് നിറഞ്ഞ പട്ടണമായിരുന്നു. അടുത്ത ആറാമത് പറയുന്നത്, അവര് ഒരുപാട് മന്ത്രവാദവും ക്ഷുദ്രവേലകളും ചെയ്യുന്ന ആളുകളായിരുന്നു. മന്ത്രവാദം, ക്ഷുദ്രവേല, ഇതേക്കുറിച്ചൊക്കെ മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. വാസ്തവത്തില് ഈ മന്ത്രവാദവും ക്ഷുദ്രവാദവും ഒക്കെ വിശ്വാസികൾക്ക് ഫലിക്കുമോ? ആ വിചാരം യാക്കോബിന് ഫലിക്കുകയില്ല എന്നാണ് നമ്മൾ സംഖ്യാപുസ്തകത്തിൽ വായിക്കുന്നത്. വിശ്വാസികൾക്ക് ഇത് ഫലിക്കുകയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിലും ആ വിചാരവും ക്ഷുദ്രപ്രയോഗങ്ങളും ഒക്കെ പിശാചിനെ കൊണ്ട് ചെയ്യിക്കുന്ന അധമന്മാരായ ആളുകൾ സമൂഹങ്ങളിലുണ്ട്. വിശ്വാസികൾപ്പെട്ട ഇസ്രായേൽ മക്കളിൽപ്പെട്ട ഇവരെ, ഈ നിലവ നിവാസികളായ ആളുകൾ, അവരെന്ത് ചെയ്തു? അവര് ഈ ക്ഷുദ്രപ്രവൃത്തിയിലും അതുപോലെ ആഭിചാരത്തിലും ആശ്രയിച്ചു. അത് വാസ്തവത്തിൽ വലിയ ഗുരുതരമായ തെറ്റാണ്. ആഭിചാരം ദൈവത്തിന് ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത പാപ പ്രവൃത്തിയാണ്. അടുത്ത പറയുന്നത്, ഏഴാമത് പറയുന്നത് ഡ്രങ്കൺനെസ്, അതായത് മദ്യപാനം. മൂന്നാം അധ്യായത്തിലായി വിഷയം വാക്യങ്ങളെല്ലാം പറയുന്നത്, 3:1 മുതലുള്ള വാക്യങ്ങൾ. മദ്യപ്രിയരായി തീർന്നു. മദ്യപാനികളെ സംബന്ധിച്ച് ഈ അടുത്ത സമയത്തിനൊരു സഹോദരൻ ചോദിച്ചു, വേദപുസ്തകത്തിൽ ഇല്ലാത്തൊരു വാക്യം ചില ആളുകൾ വേദപുസ്തകത്തിൽ ഉള്ളതുപോലെ പറയുന്നുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചാൽ അതിലേതാ? ഒന്ന്, മദ്യപാനികൾ ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്നൊരു വാക്യം ബൈബിളില്ല. ശരിയാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിന്റെ 5-ാം അധ്യായത്തിൽ ദൈവരാജ്യം അവകാശമാക്കാത്തവരുടെ കൂട്ടത്തിലുള്ള പേരുകൾ പറയുമ്പോൾ മദ്യപന്മാരെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന ആളുകളാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാത്തത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തില് മദ്യപാനികളുടെ പേരും പറഞ്ഞിട്ടുണ്ട്. മദ്യം, നമ്മുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവപൈതലിന്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണെന്ന് 1 കൊരിന്ത്യർ 3:16, 17, 18 വാക്യങ്ങളിലും 6:19, 20 വാക്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളോ ദൈവത്തിന്റെ മന്ദിരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന ദൈവത്തിന്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്നും പൗലോസ് പറഞ്ഞിട്ടുണ്ട്. ആകയാൽ എന്ത് ചെയ്യണം? 2 പ്രബോധനങ്ങൾ. ഒന്ന്, നിങ്ങളുടെ ശരീരങ്ങളെ കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. 2, നിങ്ങളുടെ ശരീരത്തെ ഒരിക്കലും പാപത്തിന് ആയുധമായി ഉപയോഗിക്കരുത്. അവരോട് പറയുന്ന ഡ്രങ്കൺനെസ്, മദ്യപാനം, വളരെ ഗുരുതരമായ തെറ്റാണ്, ഗുരുതരമായ പാപമാണ്. അവ ഗുരുതരമായ പിശകാണ്. വിശ്വാസികൾ എന്ന് പറയുന്ന അഭിമാനിക്കുന്ന ചില ആളുകൾ മദ്യപ്രിയരായിട്ടുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റില്ല. എല്ലാ വിശ്വാസികളെല്ലാം മദ്യപന്മാരല്ല. എന്നാൽ വിശ്വാസികൾ എന്ന് അഭിമാനിക്കുന്നവരിൽ ചിലരെ മദ്യപന്മാരും മദ്യപ്രിയരുമാണ്. അത് വലിയ തെറ്റായ കാര്യമാണ്. ശരീരത്തെ അശുദ്ധമാക്കുന്ന, ഹൃദയത്തെ അശുദ്ധമാക്കുന്ന പ്രവൃത്തിയാണ്. ഇവര് നിലവേ നിവാസികൾ, അവര് ഈ മദ്യപാന ശീലം ഉള്ളവരായിരുന്നു. ഒടുവിലായി പറയുന്നത് 19-ാം വാക്യം, 3-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം, ഓപ്പറേഷൻ ഓഫ് അതേഴ്സ്, മറ്റുള്ളവരെ പീഡിപ്പിക്കുന്നവർ, മാനസികമായ പീഡയുണ്ടാക്കുന്നവർ, ശാരീരികമായ ദണ്ഡനമുണ്ടാക്കുന്നവർ, സാമ്പത്തികമായി കഷ്ടത ഉണ്ടാക്കി കൊടുക്കുന്നവർ, സാമൂഹികമാകുന്ന ഭ്രഷ്ട് ഉണ്ടാക്കി കൊടുക്കുന്ന ആളുകൾ, ഇങ്ങനെ പീഡിപ്പിക്കുക, മാനസികമായും ശാരീരികമായും ആത്മീകമായും പീഡിപ്പിക്കുക, ഞെരുക്കുക. ഇത് ഈ നിലവേ നിവാസികൾ ചെയ്ത കഠിനമായ പാപങ്ങളിൽ ഒന്നായിരുന്നു. ഇങ്ങനെ 8 പാപങ്ങളാണ് അവരുടെ മേൽ ദൈവത്തിന്റെ ന്യായവിധി വരുവാൻ കാരണമായി തീർന്നത്. 1, അവരുടെ കൊലപാതകം. 2, അവരുടെ ഭോഷ്കും വഞ്ചനയും. 3, അവരുടെ മോഷണം. 4, അവർ മറ്റുള്ളവരുടെ പിടിച്ചു പറിക്കാൻ വേണ്ടി കലഹം ഉണ്ടാക്കിയ കലഹപ്രിയത്വം. 5, അവരുടെ ഇടയിലുണ്ടായിരുന്ന വേശ്യാവൃത്തി. 6, ആഭിചാരം, ക്ഷുദ്രം ഇത്യാദി ദൈവത്തിന് വിരോധമായ പ്രവൃത്തികൾ. 7, മദ്യപാനം.
8 മറ്റുള്ളവരെ പീഡിപ്പിക്കുക. ഈ 8 പാപങ്ങളാണ് നിനവേ നിവാസികളുടെ പ്രസിദ്ധമായ പാപങ്ങളായി ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം നമ്മൾ വായിക്കുമ്പോൾ ഈ യോനായുടെ കാലത്ത് യോന എന്ന് നിനവയിൽ പ്രസംഗിച്ചിട്ട് നിനവേ നിവാസികൾ മാനസാന്തരപ്പെട്ടു. അവർ രട്ടിലും വെള്ളിൽ വിടുന്നു. അവർ അനുദപിച്ചു. ദൈവം അവരെക്കുറിച്ച് വരുത്തുമെന്ന് മുൻകൂട്ടി പറഞ്ഞിരുന്ന ന്യായവിധി അവരിൽ നിന്ന് അകറ്റിക്കളഞ്ഞു. എന്നാൽ ഒരു 100 വർഷം കൂടെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ യാതൊരു ന്യായവിധിയിൽ നിന്ന് ആ ജനം വിമുക്തമായോ? ആ ജനത്തിന്റെ തലമുറകളെ വീണ്ടും അതേ ന്യായവിധിക്ക് ഹേതുകമായ പാപത്തിൽ ദൈവം കാണുകയാലും മാനസാന്തരപ്പെടാൻ മനസ്സിലാകുകയാലും ദൈവം ആ പട്ടണത്തെ ന്യായം വിധിച്ചു. ബാബേൽ രാജാവായ നെബൂഖദ്നേസറിന്റെ പിതാവ് നെബൂഖദ്നേസറിനെ ആ പട്ടണത്തിന് നേരെ വരുത്തി നിനവേ പട്ടണത്തെ ഉന്മൂല നാശമാക്കി. ഇന്ന് നിനവേ ഭൂഗർഭശാസ്ത്രജ്ഞന്മാരായ ആളുകൾ, ആർക്കിയോളജിസ്റ്റായിട്ടുള്ള ആളുകൾ ആ നിനവയിൽ നിന്ന് ഉത്ഖനനം ചെയ്ത് നിനവയുടെ കഴിഞ്ഞകാല കഥനകഥകളും സാംസ്കാരികകളും അവിടുത്തെ രാജവംശങ്ങളുടെ ഭരണവും സംബന്ധിച്ചും എല്ലാം ഉള്ള ചരിത്ര രേഖകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വില്യം ഓൾബ്രൈറ്റ് പോലെയുള്ള മഹാന്മാരാകുന്ന ആർക്കിയോളജിസ്റ്റുകൾ നിലവിയും അതിന്റെ പ്രാന്തപ്രദേശങ്ങളും ഉത്ഖനനം ചെയ്ത് കഴിഞ്ഞ കാലത്തിന്റെ കഥനകഥകൾ എണ്ണി പറയുന്ന കരിങ്കൽച്ചീലുകൾ, കളിമൺ ശേഖരങ്ങൾ എന്നിവയുമായി പുറത്തു വന്നിട്ട് വിശുദ്ധ ബൈബിൾ നിലവിയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ വ്യക്തമാണ്, സ്പഷ്ടമാണ് എന്ന് ചരിത്രത്തിന് മുമ്പാകെ തെളിയിച്ചിട്ടുണ്ട്. ദൈവം നിനവയെ ഭൂമിയിൽ നിന്ന് തുടച്ച് മാറ്റിക്കളഞ്ഞു. ദൈവത്തിന്റെ ദയ നിരന്തരമാണ്. ദൈവം മനുഷ്യന്റെ മാനസാന്തരത്തെ അംഗീകരിക്കുന്നതാണ്. എന്നാൽ ദൈവത്തെ കളിപ്പിച്ച് ദൈവത്തോട് നിരന്തരമായി പാപം ചെയ്ത് പാപത്തിൽ തുടർന്നാൽ ന്യായവിധിക്കായി ഇത് ഏൽപ്പിച്ചു കൊടുക്കുകയല്ലാതെ വേറെ ഒരു മാർഗവുമില്ല. കാരണം ദൈവം പരിശുദ്ധനും ദൈവം തീക്ഷ്ണമുള്ളവനും ദൈവം നീതിമാനും ആകും. നമുക്ക് നമ്മെ തന്നെ, നമ്മുടെ ഉള്ളങ്ങളെ ഒന്ന് പരിശോധന ചെയ്യുക. ഈ പറയപ്പെട്ട അക്ഷരീകമായ കൊലപാതകം നമ്മൾ ചെയ്യുന്നില്ലെങ്കിലും ആത്മീയമായി മറ്റുള്ള ചില ആളുകൾ ഉയർന്നു വരാതിരിപ്പാൻ, അവരെ പ്രബുദ്ധരായി തീരാതിരിപ്പാൻ, അവരുടെ ശുശ്രൂഷകൾ പ്രബലപ്പെടാതിരിപ്പാൻ വളരെ രഹസ്യമായി തന്ത്രപരമായി നാം അവരെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ വാസ്തവത്തിൽ സഹോദരനെ പകയ്ക്കുന്ന കൊലപാതകന്മാരായി മാറുകയാണ്. നാം മറ്റൊരാളുടെ വാലറ്റിൽ നിന്ന് പൈസ നേരിട്ട് മോഷ്ടിക്കുന്നുണ്ടാവില്ല. എങ്കിലും ദൈവത്തിന്റെ നാമത്തിൽ ലഭിക്കുന്നതിൽ അവിശ്വസത കാണിച്ചാൽ അത് മോഷണമാണ്. അതുപോലെ തന്നെ നാം നേരിട്ട് വ്യഭിചാരം ചെയ്തിട്ടുണ്ടാവില്ല. എങ്കിലും നമ്മുടെ ഹൃദയത്തിൽ രൂഢമൂലമാകുന്ന മോഹവും പാപ സ്വഭാവങ്ങളും അതിന് തുല്യമാണ്. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവരെല്ലാം ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്തു പോയി എന്ന് ഞാൻ പറയുന്നു. നമ്മൾ നേരിട്ട് മറ്റുള്ള ആളുകളെ പീഡിപ്പിക്കുന്നവരല്ലായിരിക്കാം. എങ്കിലും നമ്മുടെ സമീപങ്ങൾ കൊണ്ട്, ഇടപെടലുകൾ കൊണ്ട് മറ്റുള്ളവർ ഞെരുക്കപ്പെടുകയോ കഷ്ടപ്പെടുകയോ മാനസികമായി ഞെരുക്കപ്പെടുകയോ ചെയ്യുന്നെങ്കിൽ അത് കൈൻഡ് ഓഫ് ഓപ്പറേഷനാണ്. നമ്മൾ കള്ളുഷാപ്പിൽ പോയി കുടിക്കുന്നില്ലായിരിക്കാം. നമ്മിൽ ചില ആളുകൾ അത് രഹസ്യമായി കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം നിലവേക്കാലെ ആളുകളുടെ മേൽ ദൈവത്തിന്റെ ന്യായവിധി വരുവാൻ കാരണമായ പാപങ്ങളാണ്. അത് വിശ്വാസികൾ ഒരിക്കലും വരാൻ പാടില്ല. ഈ ന്യായവിധിക്ക് ഹേതുകമായ 8 പാപങ്ങളുടെ ഏതെങ്കിലും ഒരു പാപം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒളിഞ്ഞോ തെളിഞ്ഞോ മറഞ്ഞോ കിടപ്പുണ്ടോ എന്ന് നമ്മെ തന്നെ ശോധന ചെയ്യുവാൻ ഈ ചെറിയ ആലോചന മുഖാന്തരമായി സർവശക്തൻ സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ക്രിസ്തുവിൽ കൂട്ടുസഹോദരൻ സുവിശേഷൻ ടൈറ്റസ് ഫ്രോം ഇടയാറുമുള്ള. താങ്ക് യു.